ഇന്ന് ഒക്ടോബർ 18 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജെഡിസ് കറണ്ട് അഫേഴ്സ്. എന്നും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി സമയം കുറച്ച് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു വലിയൊരു മാറ്റമാണ്. ആ ഒരു മാറ്റമാണ് നമ്മുടെ സക്സസ്. എന്നും നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് മാറ്റങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വിജയം ആണ് ഉണ്ടാവുക. ഇന്ന് ഒക്ടോബർ 18 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. തേർഡ് പ്രൊഡക്ഷൻ ലൈൻ ഓഫ് LCA Mark 1A ആൻഡ് സെക്കൻഡ് പ്രൊഡക്ഷൻ ലൈൻ ഓഫ് HTT-40. LCA Mark 1Aയുടെ മൂന്നാമത്തെയും HTT-40യുടെ രണ്ടാമത്തെയും ഉൽപ്പാദന നിര ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഡിഫൻസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഒക്ടോബർ 17 ഇന്നലെയാണ് തേജാസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജാസിൻ്റെ തേർഡ് പ്രൊഡക്ഷൻ ലൈനിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആണ് രാജ്നാഥ് സിംഗ്. അദ്ദേഹമാണ് 17 ഒക്ടോബറിന് ദ തേർഡ് പ്രൊഡക്ഷൻ ഓഫ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജാസിൻ്റെ മൂന്നാമത്തെ നിര, അതായത് മാർക്ക് 1A എന്നതിൻ്റെ ആ ഒരു ഇനോഗ്രേഷൻ നടത്തിയിട്ടുള്ളത് നാസിക്കിലാണ് ഒക്ടോബർ 17, 2025. ഇപ്പോൾ ഇന്നലെ നാസിക്ക് നടന്നിട്ടുള്ള വലിയൊരു മാറ്റം എന്ന് പറയാം. തേജാസിൻ്റെ മൂന്നാമത്തെ നിര, അതായത് മൂന്നാമത്തെ വേർഷൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ആദ്യത്തെ ആ ഒരു വിമാനമാണ് ഇന്നലെ പുറത്തിറക്കിയിട്ടുള്ളത്. ഈ ഒരു വിമാനം പുറത്തിറക്കിയിട്ടുള്ളത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് നാസിക്കിലുള്ളത്. കൂടാതെ തന്നെ മറ്റൊരു വിമാനം ട്രെയിനർ 40 HTT-40 എന്ന ഒരു ട്രെയിനർ വിമാനം കൂടി ഇന്നലെ പുറത്തിറക്കി. ഇന്നലെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ ലൈനും ഉദ്ഘാടനം ചെയ്തു രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ്. അതായത് ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ട്രെയിനിങ് എന്ന ലെവലിലേക്ക് ഇന്ത്യൻ എയർഫോഴ്സ് നൽകുന്ന ആ ഒരു വിമാനമാണ് ഇപ്പോഴത്തെ ട്രെയിനർ 40 HTT-40 എന്നറിയപ്പെടുന്ന വിമാനം. ഇതിൻ്റെ സെക്കൻഡ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ തേജസ് എന്ന പോർ വിമാനത്തിൻ്റെ തേർഡ് പ്രൊഡക്ഷൻ ആണ് ആരംഭിച്ചിട്ടുള്ളത്. 2010 ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജാസ് ഇതിൻ്റെ ആദ്യമായിട്ട് അതിൻ്റെ ഉൽപ്പാദനം ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടർബോ ട്രെയിനർ 40 എന്നത് ഡിഫൻസ് ഫോഴ്സിലെ ഇന്ത്യൻ എയർഫോഴ്സ് ഉപയോഗിക്കുന്ന ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ്. ടർബോ ട്രെയിനർ 40 HTT-40 എന്നറിയപ്പെടുന്ന വിമാനം. ഇതിൻ്റെയും പ്രൊഡക്ഷൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നാസിക്കാണ്. 11th ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ, 11ാമത് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ഇതിപ്പോൾ ആരംഭിക്കുകയാണ്. ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ എന്നാണ് 11ാമത്തെ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ആരംഭിക്കുക? എവിടെയാണ്? നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ചണ്ഡീഗഡിലാണ് 11ാമത്തെ ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ ഇത് ആരംഭിക്കുക. വരുന്ന ഡിസംബർ 6 മുതൽ 11 തീയതി വരെയാണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ. ഈ ഒരു ഫെസ്റ്റിവലിലെ തീം ആണ് വിഗ്യാൻ സെ സമൃദ്ധി ഫോർ ആത്മനിർഭർ ഭാരത്. വിഗ്യാൻ സെ സമൃദ്ധി ഫോർ ആത്മനിർഭർ ഭാരത് എന്ന ഒരു വലിയൊരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ് നടക്കാൻ പോകുന്നത് ഈ വരുന്ന ഡിസംബർ 6 മുതൽ ഡിസംബർ 9 വരെ. ഈ കാര്യം അറിയിച്ചിട്ടുള്ള ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ആണ്. അദ്ദേഹം സയൻസ് ആൻഡ് ടെക്നോളജിയെ ബന്ധപ്പെട്ട് യൂണിയൻ മിനിസ്റ്റർ ആണ്. അദ്ദേഹമാണ് അറിയിച്ചിട്ടുള്ളത്. ഡിസംബർ 6 to 11. ലാസ്റ്റ് സർവൈവിംഗ് മെമ്പർ ഓഫ് പയനിയറിംഗ് മൗണ്ട് എവറസ്റ്റ് എക്സ്പെഡിഷൻ ഡൈസ് അറ്റ് 92. മൗണ്ട് എവറസ്റ്റ് പര്യവേഷണത്തിലെ അവസാനത്തെ അംഗം 92 അന്തരിച്ചു. മൗണ്ട് എവറസ്റ്റിൻ്റെ ആദ്യത്തെ ആ എക്സ്പെഡിഷനിൽ ഉണ്ടായിരുന്ന ദ ലാസ്റ്റ് മെമ്പർ അദ്ദേഹം അന്തരിച്ചു. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് 92ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. കാഠ്മണ്ഡു ഡിസ്ട്രിക്റ്റിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം 92ാമത്തെ വയസ്സിൽ മരിച്ചു. നമുക്ക് കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ കഴിഞ്ഞ ഒക്ടോബർ 16 മൗണ്ട് എവറസ്റ്റിലെ ദ ലാസ്റ്റ് പേഴ്സൺ, ആ ഒരു എക്സ്പെഡിഷൻ ടീമിലെ വ്യക്തിയായിരുന്നു കാഞ്ച എന്ന് പറയുന്ന ഷെർപ്പ എന്ന് പറയുമ്പോൾ അത് മൗണ്ട് എവറസ്റ്റിന് പോകുന്ന ആ ടീമിനെ സഹായിക്കുന്ന വ്യക്തിയാണ് ഷെർപ്പ. നേപ്പാൾ സ്വദേശിയായിരുന്ന കാഞ്ച ഷെർപ്പയാണ് ഈ കഴിഞ്ഞ ഒക്ടോബർ 16 ദ ലാസ്റ്റ് മെമ്പർ ഓഫ് ദ ഫസ്റ്റ് എക്സ്പെഡിഷൻ ടീം ഓഫ് മൗണ്ട് എവറസ്റ്റ് ഡൈറ്റ് ഓൺ 16 ഒക്ടോബർ. 1953 മെയ് 29 ദ ഫസ്റ്റ് എക്സ്പെഡിഷൻ മൗണ്ട് എവറസ്റ്റിൽ വിജയിച്ചിട്ടുള്ള ആദ്യത്തെ എക്സ്പെഡിഷൻ. അതിൽ 35 മെമ്പേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ടീമിനെ ലീഡ് ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു ന്യൂസിലാൻഡിലെ എഡ്മണ്ട് ഹിലാരി ന്യൂസിലാൻഡ് സ്വദേശിയായിരുന്നു. അദ്ദേഹമാണ് മൗണ്ട് എവറസ്റ്റിലേക്കുള്ള ആ ടീമിനെ നയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ അതിനെ സഹായിച്ച ഷെർപ്പ ആയിരുന്നു ടെൻസിംഗ് നോർഗെ. എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗെ ആണ് നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ള ഒന്നാണ്. എന്നാൽ 35 അംഗങ്ങൾ ഉള്ള ആ ടീമിലെ ദ ലാസ്റ്റ് പേഴ്സൺ ആയിരുന്നു കാഞ്ച ഷെർപ്പ. അദ്ദേഹം അന്തരിച്ച കാര്യം ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ്. 8th രാഷ്ട്രീയ പോഷൻ മാ 2025 കൺക്ലൂഡഡ്. 8ാമത് രാഷ്ട്രീയ പോഷൻ മാ
2025 സമാപിച്ചു. എന്നായിരുന്നു ഇത് സമാപിച്ചിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഒക്ടോബർ 17 ഇന്നലെ 8ാമത്തെ രാഷ്ട്രീയ പോഷൺ മാ അത് അവസാനിച്ചു. ഡെറാഡൂണിൽ വെച്ചായിരുന്നു. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വെച്ചാണ് 8ാമത്തെ രാഷ്ട്രീയ പോഷൺ മാ ഇത് അവസാനിച്ചിട്ടുള്ളത്. 2018 രാഷ്ട്രീയ പോഷൺ മാ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളതും ഈ വർഷം ഇത് 8ാമത്തെ അതായിരുന്നു. പ്രധാനമായിട്ടും പറയുമ്പോൾ ഓരോ കുട്ടികൾക്കും ആ പോഷകാഹാരവും ഒപ്പം തന്നെ അമ്മയുടെ ശാക്തീകരണം, ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു പ്രധാനമായിട്ടും പറയുമ്പോൾ പോഷന്മാരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ വിഷൻ. എവ്രി ചൈൽഡ് ഈസ് നറിഷ്ഡ്, എവ്രി മദർ എംപവേർഡ് ആൻഡ് എവ്രി കമ്മ്യൂണിറ്റി സ്ട്രെങ്തൻഡ് എന്ന ഒരു കൺസെപ്റ്റ് എന്നൊരു വിഷൻ ആയിരുന്നു. ഈ പ്രാവശ്യം 8ാമത്തെ രാഷ്ട്രീയ പോഷൺ മായിൽ ഹെൽത്ത് ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രൻ എന്ന ഒരു തീം ആയിരുന്നു. അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം, ശാക്തീകരണം എന്നതായിരുന്നു ഈ പ്രാവശ്യം പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഹെൽത്ത് ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വുമൻ ആൻഡ് ചിൽഡ്രൻ. പോഷൺ മാ 2018 ആരംഭിച്ചു. 2008 ഈ വർഷം. 2025 ഒക്ടോബർ 17 ഇത് അവസാനിച്ചു. ഡെറാഡൂണിൽ വെച്ചായിരുന്നു. ഇമ്പാക്ട് ഓഫ് ദി ഇൻഡിജിനസ് റൊട്ടാവൈറസ് വാക്സിൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ തദ്ദേശീയ റൊട്ടാവൈറസ് വാക്സിനുള്ള സ്വാധീനം. ഇന്നത്തെ ഹിന്ദു പത്രത്തിലെ ഒരു വാർത്തയാണ് റൊട്ടാവൈറസിനെ കുറിച്ചും. എന്താണ് റൊട്ടാവൈറസ്? ഏത് ഡിസീസായി ബന്ധപ്പെട്ട്, ഏത് അസുഖവുമായി ബന്ധപ്പെട്ട ഒരു വാക്സിൻ ആണ് ഇന്ത്യയിൽ വിജയിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ വളരെ കാലമായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏറ്റവും ലേറ്റസ്റ്റ് പഠനമനുസരിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ റൊട്ടാവൈറസ് ഗാസ്ട്രോ എൻറ്ററിറ്റിസ് എന്ന് പറയുന്ന, അതായത് ഗാസ്ട്രോയി ബന്ധപ്പെട്ട ഈ അസുഖം വളരെ കുറഞ്ഞിരിക്കുകയാണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഈ റൊട്ടാവൈറസ് വാക്സിൻ ഇത് 2016 ഇത് കുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടി, അതായത് 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് വരുന്ന അതികഠിനമായിട്ടുള്ള ആ വയറിളക്കം അതിന് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു വാക്സിൻ ആണ് റൊട്ടാവൈറസ് വാക്സിൻ എന്ന് പറയുന്നത്. റൊട്ടാവൈറസ് ഗാസ്ട്രോ എൻറ്ററിറ്റിസ് എന്ന് പറയുന്ന ഈ ഒരു വാക്സിൻ ആണ് 2016 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതും. ഇത് 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് അവരുടെ വയറിളക്കം അത് തടയുന്നതിന് വേണ്ടിയുള്ള ഒരു വാക്സിൻ ആണ്. നാഷണൽ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന രീതിയിൽ ഇന്ത്യയിൽ അത് എടുത്തിരുന്നു. 6, 10, 14 ആഴ്ചയിൽ ആണ് ഈ ഒരു യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം എന്ന രീതിയിൽ റൊട്ടാവൈറസ് ഈ ഒരു വാക്സിൻ നൽകുന്നത്. വയറിളക്കവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നൽകുന്ന ഒരു വാക്സിൻ ആണ്. 6, 10, 14 വീക്സ് ഉള്ളപ്പോൾ തന്നെ നൽകുന്ന ഒരു വാക്സിൻ ആണത്. കേണൽ റാൻഡ്രി നിരീന വാസ് സ്വോൺ ഇൻ ആസ് ദ ന്യൂ പ്രസിഡന്റ്. പുതിയ പ്രസിഡന്റായി കേണൽ റാൻഡ്രി നിരീന സത്യപ്രതിജ്ഞ ചെയ്തു. ഏത് രാജ്യത്താണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പുതിയൊരു മാറ്റം വന്നിട്ടുള്ളത്, പുതിയ പ്രസിഡന്റായിട്ട് വന്നിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മഡ്ഗാസ്കർ എന്ന രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ടാണ് ഒക്ടോബർ 17 ആർമി കേണൽ മൈക്കൽ റാൻഡ്രി നിരീന സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ഒക്ടോബർ 17, അതായത് ഇന്നലെയാണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മഡ്ഗാസ്കർ നടന്നുകൊണ്ടിരിക്കുന്ന ആൻറ്റി ഗവൺമെൻറ് പ്രൊട്ടസ്റ്റ്, സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് മഡ്ഗാസ്കറിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ആൻഡ്രി റജോലിന അദ്ദേഹം പലായനം ചെയ്തു. ആ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ ആർമി കേണൽ മൈക്കൽ റാൻഡ്രിയറിന ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. മഡ്ഗാസ്കർ എന്ന രാജ്യം ഇത് ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ദ്വീപാണിത്. 1960 ഫ്രാൻസിൽ നിന്നാണ് മഡ്ഗാസ്കർ ഇത് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയിട്ടുള്ളത്. 1960 മഡ്ഗാസ്കർ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ടുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ മഡ്ഗാസ്കറിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് ആർമി കേണൽ മൈക്കൽ റാൻഡ്രിയറിന. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.